ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള തൊഴിൽ വിപണിയിലെ വൈവിധ്യങ്ങൾ ചർച്ചയാക്കി ഒരു പ്രവാസി മലയാളി യുവാവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. പാരീസിൽ സ്ഥിരതാമസമാക്കിയ പരസ് എന്ന യുവാവ് വിദേശത്ത് ജോലി സ്വപ്നം കാണുന്ന പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കുമായി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയിലെയും യൂറോപ്പിലെയും ജോലി കണ്ടെത്തൽ രീതികൾ തമ്മിലുള്ള ആകാശഭൂമി വ്യത്യാസമാണ് ഈ വീഡിയോയുടെ കാതൽ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗകര്യമായ ക്യാമ്പസ് പ്ലേസ്മെന്റ് യൂറോപ്പിൽ ലഭ്യമല്ല എന്നതാണ് പരസ് ചൂണ്ടിക്കാട്ടുന്ന ഒന്നാമത്തെ വ്യത്യാസം. ഇന്ത്യയിൽ മികച്ച അക്കാദമിക് റെക്കോർഡും കഴിവും ഉണ്ടെങ്കിൽ കോളേജ് ക്യാമ്പസിൽ എത്തുന്ന കമ്പനികളുടെ ജോലി ഉറപ്പാക്കാം. എന്നാൽ യൂറോപ്പിൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ശേഷം സ്വന്തം നിലയ്ക്ക് തന്നെ തൊഴിൽ വിപണിയിൽ പോരാടേണ്ടി വരുന്നു. യൂറോപ്പിൽ ഒരു ജോലി കണ്ടെത്താൻ വെറുതെ അപേക്ഷകൾ അയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് പരസ് ഓർമ്മിപ്പിക്കുന്നു. അവിടെ 90% ജോലികളും നടക്കുന്നത് വ്യക്തിപരമായ നെറ്റ്വർക്കിംഗിലൂടെയാണ്. പ്രൊഫഷണലുകളുമായി ബന്ധം സ്ഥാപിക്കാൻ ലിങ്ക്ഡ്ഇൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കൃത്യമായി ഉപയോഗിക്കണം. മികച്ച പ്രൊഫഷണൽ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമേ തൊഴിലവസരങ്ങളെക്കുറിച്ച് അറിയാൻ പോലും സാധിക്കൂ. കഴിവുകൾക്കൊപ്പം തന്നെ മികച്ച ആശയവിനിമയ ശേഷിയും യൂറോപ്യൻ തൊഴിൽ വിപണിയിൽ അത്യന്താപേക്ഷിതമാണ്. ആളുകളോട് സംസാരിക്കാനും നിങ്ങളുടെ പോയിന്റുകൾ വ്യക്തമായി അവതരിപ്പിക്കാനും കഴിയണം. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ നമ്മുടെ കഴിവുകൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ സാധിക്കൂ എന്ന് വീഡിയോ വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ കമ്പനികളിൽ 5-6 റൗണ്ടുകൾ നീളുന്ന കഠിനമായ ഇന്റർവ്യൂ പ്രക്രിയ സാധാരണമാണ്. എന്നാൽ യൂറോപ്പിൽ ഇത് താരതമ്യേന ലളിതമാണ്. മിക്ക കമ്പനികളിലും 2-3 റൗണ്ടുകൾ കൊണ്ട് ഇന്റർവ്യൂ അവസാനിക്കും. സാങ്കേതിക തികവിനേക്കാൾ ഉപരിയായി ഉദ്യോഗാർത്ഥി ആ കമ്പനിയുടെ സംസ്കാരത്തിന് അനുയോജ്യനാണോ എന്ന് പരിശോധിക്കാനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. യൂറോപ്പിലെ തൊഴിൽ കൂടിക്കാഴ്ചകളിൽ മറ്റൊരു രസകരമായ കാര്യം ഓഫീസ് ഇതര ഇന്റർവ്യൂകളാണ്. അവസാന ഘട്ടങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ കഫേകളിലേക്കോ റെസ്റ്റോറന്റുകളിലേക്കോ ക്ഷണിക്കാറുണ്ട്. ഔദ്യോഗികമായ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കാൻ കമ്പനികൾക്ക് ഇതുവഴി സാധിക്കുമെന്നതാണ് ഇതിന് പിന്നിലെ യുക്തി. പല ജോലികളും പരസ്യപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ റഫറലുകൾ വഴി നികത്തപ്പെടാറുണ്ട്. അതിനാൽ തന്നെ മുൻ പരിചയമുള്ളവരുമായി സംസാരിക്കുന്നതും അവരുടെ നിർദ്ദേശങ്ങൾ തേടുന്നതും യൂറോപ്പിൽ വളരെ പ്രധാനമാണ്. വെറുമൊരു CV അയച്ചതുകൊണ്ട് മാത്രം വിദേശത്ത് ജോലി ലഭിക്കുമെന്ന് കരുതുന്നത് മാഠ്യമാണെന്ന് പരസ് തന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുന്നു. ജോബ് ഫെയറുകൾ യൂറോപ്പിൽ നടക്കാറുണ്ടെങ്കിലും അവിടെ വെച്ച് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കമ്പനികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും പരിചയപ്പെടാൻ മാത്രമേ ഇത്തരം മേളകൾ ഉപകരിക്കൂ. അന്തിമമായി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ് ഇവിടെ രക്ഷയ്ക്കെത്തുക. വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിക്കുന്ന ആയിരക്കണക്കിന് പ്രൊഫഷണലുകൾക്ക് വലിയ സഹായമാണ് ഈ വീഡിയോ എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടു. ശരിയായ ദിശാബോധമില്ലാതെ വിദേശത്തേക്ക് പോകുന്നവർക്ക് തൊഴിൽ വിപണിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാൻ ഈ വീഡിയോയ്ക്ക് സാധിക്കുന്നുണ്ട്. പാരീസിലെ തന്റെ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി പരസ് പങ്കുവച്ച ഈ യൂറോപ്പിൽ എങ്ങനെ ജോലി കണ്ടെത്താമെന്ന വീഡിയോ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇൻസ്റ്റഗ്രാമിലും മറ്റും ശ്രദ്ധേയമായത്. വിദേശ തൊഴിൽ മോഹികൾക്ക് കൃത്യമായ പ്ലാനിങ്ങിനും തയ്യാറെടുപ്പിനും ഈ വിവരങ്ങൾ ഉപകരിക്കുമെന്ന് ഉറപ്പാണ്.